കാസർഗോഡ് പൂച്ചക്കാട്ടെ വ്യവസായ പ്രമുഖൻ ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ മന്ത്രവാദിനിയായ ജിന്നുമ്മ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. സംഘം മന്ത്രവാദത്തിന്റെ മറവിൽ 596 പവൻ സ്വർണം തട്ടിയെടുത്തിരുന്നു. 2023 ഏപ്രിൽ മാസത്തിലായിരുന്നു 3 സ്ത്രീകൾ ഉൾപ്പെട്ട മന്ത്രവാദ സംഘം ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയത്. മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞായിരുന്നു മന്ത്രവാദിനിയായ ഷമീമ എന്ന ജിന്നുമ ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം കൊല്ലപ്പെട്ട വ്യവസായി പൂച്ചക്കാട്ടെ MC ഗഫൂർ ഹാജിയെ സമീപിച്ചത്. ഷാർജയിൽ സൂപ്പർ മാർക്കറ്റ് ഉടമയായിരുന്ന ഗഫൂർ ഹാജിയെ വശീകരിച്ച സംഘം വീട്ടിൽ സ്വർണം വെച്ച് മന്ത്രവാദം നടത്തുകയും ഇതിന്റെ മറവിൽ 596 പവൻ സ്വർണം തട്ടിയെടുക്കുകയുമായിരുന്നു. ഈ സ്വർണം തിരിച്ചു ചോദിക്കുമെന്ന് മനസ്സിലാക്കിയ മന്ത്രവാദ സംഘം ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ളവർ ബന്ധുവീട്ടിലേക്ക് പോയ ദിവസം ഗഫൂർ ഹാജിയെ പൂച്ചക്കാട്ടെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അറസ്റ്റിലായ മന്ത്രവാദിനി ജിന്നുമ്മ 2 വർഷക്കാലം കൊല്ലപ്പെട്ട വ്യവസായിയുടെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി കേസന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്ന ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. സ്വർണം നഷ്ടമായ കാര്യം കുടുംബാംഗങ്ങൾ അറിഞ്ഞതോടെയായിരുന്നു മരണത്തിൽ സംശയമുയർന്നത്. ജിന്നുമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ കാസർഗോഡ് ജില്ലയിലെ അതുപോലെ മറ്റു സ്ഥലത്തെ ഒരുപാട് ആളുകളെ ഇതുപോലെ മന്ത്രവാദവും മറ്റു സേവകളും നടത്തി കുടുംബം തകർത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ അറസ്റ്റ് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരുന്നു. അത് വളരെ സന്തോഷിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ പേര് വെളിപ്പെടുത്താത്ത ഒരുപാട് ആളുകൾ. മരണം കൊലപാതകമാണെന്ന് തെളിയിച്ച DCRB DYSP ജോൺസണെ ആക്ഷൻ കമ്മിറ്റി അഭിനന്ദിച്ചു. മന്ത്രവാദിനിയായ മാങ്ങാട് കൂളിക്കുന്നിലെ ജിന്നുമയെ കൂടാതെ ഇവരുടെ ഭർത്താവ് ഉബൈസ്, പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ, മധൂർ സ്വദേശിനി ആയിഷ എന്നിവരാണ് പിടിയിലായത്. അമൃത ന്യൂസ്, കാസർഗോഡ്.